യെസ്, ഡൊണാൾഡ് ട്രംപ് ഇറാന് പുതിയൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് 48 മണിക്കൂറിനകം ഹോർമോസ് തുറക്കുകയോ കരാറിൽ എത്തുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇറാനെ നരക തുല്യമാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ മുന്നറിയിപ്പോടെ ഗൾഫ് മേഖലയിൽ വലിയ സംഘർഷം ഉണ്ടാക്കാൻ പോകുന്നു എന്ന ആശങ്ക പടരുകയാണ്. അനുസരിച്ചില്ലെങ്കിൽ നരകതുല്യമായ അവസ്ഥയാകും ഇറാനെ കാത്തിരിക്കുന്നതെന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. അതേസമയം തെഹ്റാനിലെ ബുഷേർ ആണവ നിലയത്തിന് നേർക്ക് US ഇസ്രായേൽ സൈന്യങ്ങൾ നടത്തിയ ആക്രമണവും മേഖലയിൽ വലിയ അശാന്തി പടർത്തുകയാണ്. ആണവ വികരണം സംഭവിച്ചാൽ തകരുന്നത് തെഹ്റാനല്ല, ഗൾഫ് രാജ്യങ്ങൾ കൂടിയായിരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ മറുപടിയും വന്നിരിക്കുന്നു. അമേരിക്കയുടെ MQ-9 ഡ്രോൺ തകർത്തതായി ഇറാൻ സേന ഈ സമയം അവകാശപ്പെടുന്നുണ്ട്. ഇസ്രായേലിന് നേർക്ക് ഇതാദ്യമായി ഇറാനും ഹിസ്ബുള്ളയും ഹൂത്തികളും ഒരേ സമയം സംയുക്തമായി മിസൈൽ ആക്രമണം നടത്തിയതും സംഘർഷം ശക്തമാകുന്നതിന്റെ സൂചനയാണ്. MCA നാസർ, ഏറ്റവും പുതിയ വിവരങ്ങളുമായി ദുബായിൽ നിന്ന്. MCA, എന്താണ് മേഖലയിൽ ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം? 48 മണിക്കൂർ സമയം ഏറ്റവും ഒടുവിലായി ഇറാന് നൽകുകയാണ് ട്രംപിൻ്റെ ഈ മുന്നറിയിപ്പിനെ എത്രമാത്രം ഗൗരവത്തിൽ നമ്മൾ എടുക്കണം? അതിനെ ഇറാൻ എങ്ങനെയായിരിക്കും എടുക്കുന്നുണ്ടാവുക? സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ ആപൽക്കരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഈ ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പിലൂടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ മുന്നറിയിപ്പ് നിർദ്ദേശം തങ്ങൾ പൂർണ്ണമായും തള്ളുന്നതായിട്ടാണ് അല്പം മുമ്പ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ ഇറാൻ സേന അറിയിച്ചിരിക്കുന്നത്. നിസ്സഹായതയും നിരാശയും കലർന്ന ഒരു ഭരണാധികാരിയുടെ വെറും ജൽപ്പനം മാത്രമാണ് ഇത്തരം മുന്നറിയിപ്പുകൾ. അത്തരം മുന്നറിയിപ്പുകൾക്ക് മുമ്പിൽ കീഴടങ്ങുന്ന ഒരു സ്വഭാവമല്ല ഇറാനികളുടേതെന്ന് ട്രംപ് മനസ്സിലാക്കണം എന്നതുൾപ്പെടെയുള്ള വളരെ പ്രകോപനപരമായ എതിർ പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. കാരണം നേരത്തെ തന്നെ ഒരു മധ്യസ്ഥ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉപാധികളുടെ പുറത്ത് അല്ലാതെ സമ്പൂർണ്ണ യുദ്ധവിരാമത്തിനല്ലാതെ തങ്ങൾ ഒരു ചർച്ചക്കുമില്ല എന്നൊരു നിലപാട് കൂടി ഇറാൻ കൈക്കൊണ്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നാളേക്കകം ഹോർമസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും സ്വതന്ത്രമാക്കണമെന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതല്ല എങ്കിൽ ഒരു കരാറിൽ എത്തിച്ചേരണം. അത് നാളേക്കകം സംഭവിച്ചിട്ടില്ലെങ്കിൽ കൂടുതൽ മാരകമായിട്ടുള്ള അല്ലെങ്കിൽ നരകം തന്നെ പെയ്തിറങ്ങുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാന് നൽകിയിരിക്കുന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള അർത്ഥം എന്നത് ഇറാന്റെ വൈദ്യുത ഊർജ കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുമെന്നാണ്. അതോടൊപ്പം തന്നെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണവും ഒരുപക്ഷെ കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങും. ഇത് രണ്ടും ബാധിക്കാൻ പോകുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ അത് തിരിച്ചടിയായി മാറുന്നത് ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്ക് കൂടി ആയിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇന്ന് തന്നെ കുവൈത്തിലെ 2 എണ്ണ ജലശുദ്ധീകരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായിട്ടാണ് കുവൈത്ത് തന്നെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നത്. ആർക്കും പരിക്കില്ലെങ്കിൽ പോലും. പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിലെ ജലശുദ്ധീകരണ വൈദ്യുത കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചേക്കേറിയിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിസന്ധി സങ്കീർണമാക്കും. പക്ഷെ അതിനു മുമ്പ് തന്നെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വെടിനിർത്തൽ സാധ്യത രൂപപ്പെടുത്താൻ സാധിക്കുമോ എന്ന് തുർക്കി, ഈജിപ്ത്, പാകിസ്ഥാൻ, അതോടൊപ്പം തന്നെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തിരക്കിട്ട ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ രണ്ട് പക്ഷവും വളരെ ശക്തമായിട്ടുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കെ ഇത് എത്ര കണ്ട് സാധ്യമാവുമെന്ന ചോദ്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ ബാക്കി നിൽക്കുന്നത്. സൈഫുദ്ദീൻ. ശരി, MCA നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്. 48 മണിക്കൂർ സമയമാണ് പുതുതായി ട്രംപ് ഇറാന് മുന്നിൽ നൽകിയിരിക്കുന്നത്. അതിന് മുന്നിൽ ഹോർമോസ് പൂർണ്ണമായും തുറന്നു കൊടുക്കണം. അതില്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും ആശങ്ക നിറക്കുന്ന ചോദ്യം.